ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പോകാൻ പോകണം എങ്ങോട്ടാണെന്ന് വെച്ചാൽ ചിന്നകേശവ ക്ഷേത്രം ആണ് കേട്ടോ. ഒരു 900 ഇയേഴ്സോളം പഴക്കം ചെന്ന ഒരു ഹിസ്റ്റോറിക്കൽ ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ട് എങ്ങനെയാണ് പോകാൻ നോക്കാം. അപ്പം ഞാൻ തിരുനെൽവേലിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുനെൽവേലിയിൽ നിന്നാണ്. തിരുനെൽവേലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിളായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1000 രൂപയുടെ അടുത്ത് ആവട്ടോ നമുക്ക് പോകാനായിട്ട്. സ്ലീപ്പറൊക്കെ വരുമ്പോൾ ഏകദേശം 340 രൂപ മുതലാണ് സ്ലീപ്പർ ടിക്കറ്റൊക്കെ വരുന്നത്. അപ്പം നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകാം കേട്ടോ. എന്നിട്ട് ബാംഗ്ലൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോകേണ്ടത് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലോട്ടാണ് കേട്ടോ. അപ്പം അത്രയാണ് വരുന്നത്. അതിന് ശേഷം ഹസനിൽ നിന്ന് നമുക്ക് ബേലൂരാണ് നമ്മളുടെ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വന്നിട്ട് ബേലൂരിലോട്ട്, ഹസനിൽ നിന്ന് ബേലൂരിലോട്ട് ബസ്സോ ടാക്സിയോ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ബേലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെയുള്ള ഭാഷയൊന്നും എനിക്കറിയില്ല. എനിക്ക് ജിലേബി പൊട്ടിച്ചിട്ട മാതിരിയാണ് കേട്ടോ. എനിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഈ ഒരു ലാംഗ്വേജ് അല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ അക്ഷരങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അമ്പലത്തിലോട്ടുള്ള വഴി ചോദിച്ചു പോവാം. കഴിഞ്ഞ ടെമ്പിൾ വ്ളോഗിൽ കുറച്ച് പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വ്ളോഗിലൊന്നും വന്നിട്ട് എന്നെ ഷൂട്ട് ചെയ്യാത്തതെന്ന്. അപ്പം ഞാൻ അതിനുള്ള റിപ്ലൈ ഇതിൽ കൂടെ തന്നെ പറയാം. നമ്മൾ നോർമലി പേഴ്സണൽ വ്ളോഗാണ്, ആരുടെങ്കിലും ബർത്ത്ഡേയോ ഇല്ലെങ്കിൽ മാരേജോ നമ്മളുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് വെച്ചാൽ നമുക്ക് നമ്മളെ ഫേസ് കാണിക്കാം. അമ്പലങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒന്നും കാണിക്കുമ്പോൾ സാധാരണ ഞാൻ ടെമ്പിൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഈ ഓൾഡസ്റ്റ് ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഒരുപാട് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ടെമ്പിൾ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വളരെയധികം ഞാനൊരു വിഷ്ണു ഭക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അധികവും. പിന്നെ നമ്മളെ നാട്ടിൽ ചിലവരൊന്നും കണ്ടിട്ടില്ലാത്ത ടെമ്പിൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ടെമ്പിൾ വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ് ടൈം പോയതറിഞ്ഞില്ല, നമുക്ക് ടെമ്പിളിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി നോക്കാം കേട്ടോ. ഏകദേശം 900 ഇയേഴ്സോളം പഴക്കം ചെന്ന ഒരു ടെമ്പിളാണിത്. നമ്മളുടെ ജൈന മതത്തിൽ നിന്ന് വിഷ്ണു മതത്തിലോട്ട് മാറിയതിന് ശേഷം വന്നിട്ട് ഹോയ്സള രാജാവായിട്ടുള്ള വിഷ്ണുവർദ്ധനൻ എന്നുള്ള രാജാവാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ വന്നിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു ടെമ്പിൾ കൂടിയാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശില്പകലയാണ് കേട്ടോ. സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ചിത്രകലകളാണ്, അതായത് ശില്പകലകളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത് കേട്ടോ. ഒരു ചെറിയ സൂചി പോലും നമുക്ക് കുത്തി ഉള്ളിലോട്ട് പോകാൻ പറ്റണം, അത്രയും മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലുള്ള ശില്പകലകളെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള ശില്പങ്ങൾ നമ്മളുടെ മഹാഭാരതം, രാമായണം, അതേപോലെ നർത്തകിമാർ, സംഗീതജ്ഞർ, ശ്രീകൃഷ്ണ ലീലകൾ, ഇതൊക്കെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ശില്പകലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു അമ്പലത്തിലെ ദൈവപ്രതിഷ്ഠയെക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ 4 കൈകളുള്ള മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ശംഖ്, ചക്രം, ഗദ, പത്മങ്ങളോട് കൂടിയിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. ഇവിടുത്തെ ഒരു ക്ഷേത്ര ദർശന ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണെങ്കിൽ 7:30 കേട്ടോ. മോർണിംഗ് 7:30 അമ്പലം തുറക്കുന്നത്. അതേപോലെ തന്നെ ഈവനിങ് വന്നിട്ട് 6 മണിക്കാണ് കേട്ടോ തുറക്കുന്നത്. നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് ദർശനത്തിന് ഫീസ് വന്നിട്ട് ഏകദേശം 25 രൂപയാണ് കേട്ടോ. അതിപ്പം ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. സോ അതിൽ ചെറിയ ചേഞ്ചസൊക്കെ വരാം കേട്ടോ. വിദേശീയരാണെന്ന് വെച്ചാൽ 300 രൂപയാണ് പ്രവേശന ഫീസ് എന്ന് പറയുന്നത് കേട്ടോ.
ഈ അമ്പലവുമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് മുമ്പ് കാലത്തുണ്ടായിരുന്ന ഹോയ്സല രാജാവായിട്ടുള്ള വിഷ്ണുവർദ്ധനൻ രാമാനുജാചാര്യനുടെ അഡ്വൈസ് പ്രകാരം വൈഷ്ണവ മതത്തിലേക്ക് മാറുകയുണ്ടായി. രാജാവ് തൻ്റെ ഭിത്തിദേവ എന്നുള്ള പേരിൽ നിന്നും വിഷ്ണുവർദ്ധനൻ എന്ന പേരിലോട്ട് അതിന് ശേഷമാണ് വന്നിട്ട് ചേഞ്ച് ചെയ്തത്. അപ്പം ആ സമയത്ത് വൈഷ്ണവ മതത്തിലോട്ട് മാറിയ രാജാവ് പണികഴിപ്പിച്ച അമ്പലമാണിത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ ശില്പകലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വല്ലാത്തൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് കേട്ടോ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഭിത്തികളിലൊക്കെ ഉള്ളത്. ശരിക്കും വന്നിട്ട് നമുക്ക് ഡാൻസ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ചറാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ കാണുന്ന മിക്ക പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് ഈ അമ്പലത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ട് അവിടെയുള്ള ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കിയത്. അപ്പം നിങ്ങളെല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം